Hello, welcome to Hamburg. Today we are doing a birthday hamper. ഈ ഒരു ഹാമ്പറിൻ്റെ ഓർഡർ എൻ്റെ സിസ്റ്ററിലോ ആൾ യു കെയിലാണ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. ആളുടെ ഫാദറിന് വേണ്ടിയിട്ട് വെരി എക്സൈറ്റഡ് ആയിട്ട് വെരി സർപ്രൈസിങ് ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നൊരു ഓർഡറാണ്. നോർമലി ബർത്ത്ഡേസിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കുമെങ്കിലും ഒരു ഹാമ്പറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ആദ്യമായിട്ടായിരുന്നു. അതിൻ്റേതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ആൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു. നല്ല ബെസ്റ്റ് തന്നെ കൊടുക്കണം, ഡാഡിക്ക് നന്നായിട്ട് സന്തോഷമാവണം, ഡാഡി ഭയങ്കര എക്സൈറ്റഡ് ആവണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു ഹാമ്പർ ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് ഇതിലുള്ള ഐറ്റംസൊക്കെ പുള്ളിക്കാരത്തിയുടെ ചോയ്സ് ആയിരുന്നു. അതായത് ഒരു ഷർട്ടും പാൻറ്റും വേണം, പിന്നെ ഒരു ഫോട്ടോ ഫ്രെയിം വേണം, ആൻഡ് ഓൾസോ പെർഫ്യൂം വേണം, ചോക്ലേറ്റ്സ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കിട്ടിയ ഐഡിയയൊക്കെ വെച്ച് നമ്മൾ ഐറ്റംസൊക്കെ സെറ്റ് ചെയ്ത് അതൊരു ഹാമ്പർ ബോക്സിലാക്കി അത് ഡെക്കറേറ്റ് ചെയ്ത് ഡാഡിക്ക് ബർത്ത്ഡേക്ക് സർപ്രൈസായി കൊടുത്തു. ലൈഫിൽ ഗിഫ്റ്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഹാമ്പറായിട്ട് കിട്ടിയത് ആദ്യമായിട്ടാണ് ഡാഡിക്ക്. സോ അതിൻ്റേതായിട്ടുള്ള സന്തോഷം ഡാഡിക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ഷീ ഈസ് ഓൾസോ ഹാപ്പി. അത് കണ്ടപ്പോൾ നമ്മളും വളരെ ഹാപ്പിയായി. ലൈഫിൽ എല്ലാ ഓരോ ചെറിയ നല്ല മൊമെൻറ്റ്സും നല്ല ഒരു ലൈഫ് സ്റ്റൈലും ഒക്കെ മക്കൾക്ക് വേണ്ടി എപ്പോഴും സാക്രിഫൈസ് ചെയ്യുന്ന പാരൻസാണ് നമുക്കുള്ളത്. സോ ഹീ ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ്. അതുകൊണ്ട് തന്നെ ഏറ്റവും സ്പെഷ്യലും സർപ്രൈസിങ് ആയിരിക്കണം ഡാഡിക്ക് കൊടുക്കുന്നത് എന്ന് വളരെ നിർബന്ധം ഉണ്ടായിരുന്ന ആൾക്ക്. സോ ഇങ്ങനെ സർപ്രൈസ് കൊടുക്കാനും ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ മക്കൾ ആഗ്രഹിച്ച് മുന്നോട്ട് വരുന്നത് ഇറ്റ്സ് റിയലി അമേസിങ്. സോ ഇതുപോലെ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന, നിങ്ങളും ഒരുപാട് സ്നേഹിക്കുന്ന നിങ്ങളുടെ പാരൻസിനോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റീച്ച് ഔട്ട് അറ്റ് ഹാമ്പർ. താങ്ക് യു.